Hello guys, welcome back to my YouTube channel Triple Five Angel Triple Five Tarot Delightful Soulിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കുകയുള്ളൂ, എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ റീഡിങ്സ് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എനിക്ക് നിന്നെ നേരിട്ട് കാണണം, നിന്നെ സ്നേഹിക്കണം. അതെ, ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ ആയിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളോടുള്ള മനോഭാവം, നിങ്ങളോടുള്ള സ്നേഹം, ഇതൊക്കെ ഏത് തരത്തിലാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ ആദ്യമേ തന്നെ എടുത്തിട്ടുള്ളത്. ഹൈലൈറ്റ് ആയിട്ടുള്ള എനർജിയാണ്. അതായത് ഈ പേഴ്സണിൽ, നിങ്ങളുടെ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജീനെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദ ഡ്രീമർ ആണ്. എ ന്യൂ സ്റ്റാർട്ട്, ട്രസ്റ്റ് യുവർ സെൽഫ്, പുഷ് യുവർ ഫിയേഴ്സ് aside and take a leap of faith. പേടിയും വേദനകളും വിശ്വാസമില്ലായ്മയും എല്ലാം മാറ്റിവെക്കുന്നു. വിശ്വാസത്തിലേക്കും ധൈര്യത്തിലേക്കും അതുപോലെ മാനസികപരമായിട്ടുള്ള ഒരു ധൈര്യത്തിലേക്കും തൻ്റെ ഇടത്തിലേക്കും വരുന്നു. തൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഡാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഉള്ള ഒരു പുതിയ തുടക്കത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം, നിങ്ങളുമായിട്ടുള്ള പുതിയ സംഭാഷണം, പുതിയ ന്യൂ സ്റ്റാർട്ടപ്പ്, നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോയി ആദ്യമായിട്ട്, അതായത് കുറേ നാളെത്തി നിങ്ങളുമായിട്ട് നേരിട്ട് കാണണം, സംസാരിക്കണം, മനസ്സ് തുറക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിന്തിക്കുന്നത് മാത്രമല്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനും കൂടിയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിശ്വാസം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഏറ്റവും ഇല്ലാണ്ടിരുന്നത് വിശ്വാസക്കുറവായിരിക്കാം ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിശ്വാസക്കുറവെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ ധൈര്യത്തിലേക്കും തൻ്റെ ഇടത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് നമുക്ക് ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് നോക്കാം ഈ പേഴ്സണിലേക്ക് വരുന്ന പുതിയ എനർജീസ്. യെസ്, സേക്രഡ് ടെമ്പിൾ. വളരെയധികം ഒരു സ്പിരിച്വൽ ജേണിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലങ്ങളിൽ പോകാനുള്ള പ്രേരണ, പള്ളിയിൽ പോകുക, പ്രാർത്ഥിക്കുക, നേർച്ചകൾ ചെയ്യുക, വീട്ടിൽ പ്രാർത്ഥിക്കുക, പുതിയ പുതിയ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടും ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള പ്രാക്ടീസസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച്, അതും ആത്മീയപരമായിട്ടാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള എല്ലാം തന്നെ ഈ വ്യക്തി ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ വ്യക്തി ആ ഒരു ആത്മീയപരമായിട്ടുള്ള തലത്തിലേക്കാണ് കടന്നു പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, മനസ്സുരുകി പ്രാർത്ഥിക്കുക, സ്വന്തം തെറ്റുകൾ ഏറ്റുപറയുക,
നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് ദൈവത്തിനോട് മാപ്പ് പറയുക, നിങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാവുക, നിങ്ങളോട് സമാധാനപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ തയ്യാറാവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ആത്മീയ യാത്രയിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം ആ വ്യക്തി അത്രയും ആത്മീയതയിലേക്ക് കടന്നു പോകും, അത്രയും സമാധാനം, സന്തോഷം, താഴ്മയിലേക്ക് ആ വ്യക്തി കടന്നു പോകും. ഭയങ്കര ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതെല്ലാം മാറും, ശാന്തതയിലേക്ക് വരും, ഒരു താഴ്മയിലേക്ക് ഈ വ്യക്തി വരാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് ആ ഒരു തലത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റൊമാൻറ്റിക് ലൈഫ് പഴയതിനെക്കാട്ടിലും മനോഹരമായിട്ട് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ടൊക്കെ കൊണ്ടുപോകാമായിരുന്നു, സന്തോഷകരമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ഈ പേഴ്സൺ അങ്ങനെ കൊണ്ടുപോകുന്നതിന് പകരം അവിടെ ഒരു റൂഡായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാക്കിയെടുത്തു, അവിടെ ദേഷ്യപ്പെട്ടു, നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സംശയങ്ങൾ ഉണ്ടായി, വിശ്വാസക്കുറവുകൾ ഉണ്ടായി, നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു എന്നിങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ കാരണം ഈ ഒരു പ്രണയബന്ധത്തിന്റെ സൗന്ദര്യം എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടപ്പെട്ടു പോയ മനോഹരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു പവിത്രത, അത് വീണ്ടെടുക്കാനാണ്, അത് പഴയതുപോലെ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. സാഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഈ വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ വ്യക്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തി കലഹം ആഗ്രഹിക്കും, തല്ലിപിടിക്കാനുള്ള പ്രവണത. അപ്പോൾ ഇവിടെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നു ചേർന്നിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് മുന്നേറാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അതിൻ്റെതായിട്ടുള്ള സന്തോഷവും സമാധാനവും സൗന്ദര്യവും കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്തോഷത്തിന്റെ പാതയിലേക്ക്, അതായത് മധുരമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് അല്ലേ? അപ്പൊ ആ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ കൊണ്ടുവരാനും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ കൊണ്ടുവരാനുമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സിറ്റുവേഷൻ പ്രകാരം ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള സന്തോഷങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ, ഇതാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ വേണം എന്ന് ആഗ്രഹിക്കുന്നത്, കാരണം വലിയ വലിയ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ തരാനാണ് ഇവിടെ ഏഞ്ചൽസ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ അഴുക്കായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മോശപ്പെട്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ ഈ ഒരു മുറി കണ്ടാൽ മനസ്സിലാകും, വളരെ അഴുക്ക് പിടിച്ച് മാലിന്യമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു മുറിയാണ്. അവിടെ പൂച്ച വന്നിരിക്കുന്നു, അഴുക്ക്, കാഷ്ടം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട്, അതായത് ഈ മുറി ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്, ഈ മുറി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമാണ്. അത് വളരെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്ലീനിങ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
അതുപോലെ തന്നെ ദ ഓവറോൾ എനർജീസ് കം ടുഗെദർ എന്നാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടിച്ചേരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ഒരുമിച്ചൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് മാത്രം മതി എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിച്ചേരൽ, കൂടിക്കാണൽ, നിങ്ങളുമായിട്ട് നേരിട്ട് കാണുക, സംസാരിക്കുക, മനസ്സ് തുറക്കുക എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ പ്രാർത്ഥിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളെ നേരിട്ട് കാണണം, നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ മനോഹരമായിട്ട് കാണിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ കാണാനായിട്ട് സാധിച്ചത്. ഇതെല്ലാവർക്കും പോസിറ്റീവായിട്ട് ലഭിച്ചു, നല്ലൊരു ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.